നമ്മൾ സ്ത്രീകൾ അത് ഏത് ഏജ് ഗ്രൂപ്പിലാണെങ്കിലും, ഒരു ടീനേജർ ആയിരിക്കാം, ഒരു യങ് ഏജ് ഗ്രൂപ്പിലുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ മിഡിൽ ഏജിലെ വ്യക്തികളായിരിക്കാം, ആരാണെങ്കിലും ഫീമെയിൽസിന് ഗോൾഡ് അല്ലെങ്കിൽ ഡയമണ്ട് ഒരു വീക്ക്നെസ്സാണ്. നമുക്കൊരു ഈ ഒരു വീക്ക്നെസ്സിനെ പറ്റി ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല. കാരണം ഒരു 20 വർഷം മുമ്പ് 50 പവന് നമ്മൾ 2 ലക്ഷം രൂപ കൊടുക്കണമായിരുന്നു. ഇന്നാണെങ്കിലോ 50 പവൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം റിച്ചാണ്. അപ്പം നമ്മുടെ ഈ വീക്ക്നെസ് നമ്മുടെ ഒരു സ്ട്രെങ്ത് കൂടിയാണ്. ഇന്ന് ഞാനുള്ളത് ചുങ്കത്ത് ജ്വല്ലറിയിലാണ്. ഞാനിവിടെ വരാൻ ഒരു പ്രത്യേക കാരണം കൂടിയുണ്ട്. ഇന്ന് എനിക്കൊരു ഞങ്ങൾ മോഡൽസിൻ്റെ ഒരു പാർട്ടിയുണ്ട്, ഒരു എക്സ്ക്ലൂസീവ് പാർട്ടിയാണ്. അപ്പോൾ എനിക്ക് സ്പെഷ്യലായിട്ട് ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പാർട്ടി വെയർ കളക്ഷനിൽ നിന്ന് എനിക്ക് വേണ്ടത് സെലക്ട് ചെയ്യാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന കുറച്ച് പാർട്ടി വെയർ കളക്ഷൻസാണ്. അതൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ചെയിൻ നോക്കാം. എനിക്ക് തോന്നുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു ഡിസൈനാണ്. ഇതിൻ്റെ പ്രത്യേകത, ഇത് റിയൽ 916ലാണ് ഇത് എടുത്തിട്ടുള്ളത്. ഇത് അൺകട്ട് ഡയമണ്ടാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് കൂടാതെ എനിക്കിതിൽ തോന്നിയൊരു കാര്യമുണ്ട്, ഇത് ഏത് ഏജ് ഗ്രൂപ്പ് ആളുകൾക്കും, അതിപ്പോൾ നമുക്കൊരു പെർട്ടിക്കുലർ ഒരു ടീനേജറിനോ അല്ലെങ്കിൽ നോക്കുക ഒരു യങ് ആൾക്കാർക്ക് മാത്രം സൂട്ടാവുന്ന ഒരു കാര്യമൊന്നുമല്ല. ഇത് ആർക്ക് വേണമെങ്കിലും, അതായത് ഒരു 50 ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ ഏത് ഒരു കോസ്റ്റ്യൂം അത് നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടൊരു ഫാഷൻ, ഒരു അടിപൊളി ഡ്രസ്സിൻ്റെ കൂടെ ഇത് പോകും. അതുപോലെ തന്നെ സെറ്റ് സാരി, എനിക്ക് തോന്നുന്നു സെറ്റ് സാരീസിൻ്റെയും കൂടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇത് നമ്മൾ ഉടുത്തു കഴിഞ്ഞാൽ. ബിക്കോസ് ഗോൾഡാണ്, ഇതിൻ്റെ ബേസ് ഗോൾഡാണ്. അപ്പോൾ നമുക്ക് സെറ്റ് സാരിയുടെ കൂടെ, പിന്നെ സാധാ ഏത് സാരിയുടെ കൂടെ, ഏത് ഡ്രസ്സിൻ്റെ കൂടെ മാച്ച് ആവുന്ന ഒരു പ്രത്യേക ഒരു സ്പെഷ്യൽ പീസാണ്. എനിക്ക് ഇതുപോലെ തന്നെ കുറേ ഉണ്ട്, ഇതുപോലെ ഗോൾഡിൽ തന്നെയുള്ളതും കുറേ ഉണ്ട്. പക്ഷേ എനിക്ക് സ്പെഷ്യൽ ഒരു ഇൻട്രസ്റ്റ് തോന്നിയ ഒരു പീസാണിത്. അപ്പോൾ ഇനി അടുത്തത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു എക്സ്ക്ലൂസീവ് പീസാണ്. ഇത് ഒരു ഡയമണ്ട് നെക്ലസ് ആണ്. ഇതിൻ്റെ പ്രത്യേകതയുണ്ട്, ഇതൊരു ഫ്യൂഷൻ വെയറാണ്. വൈറ്റ് ഗോൾഡും റോസ് ഗോൾഡും കൂടെ മിക്സ് ചെയ്ത ഒരു പീസാണ്. ഇതിൻ്റെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഫീച്ചർ എന്താണെന്നല്ലേ, ഇത് ഫുൾ ഡയമണ്ടാണ്. മാത്രമല്ല ഇതൊരു VVS ക്വാളിറ്റിയുള്ള ഒരു പീസ് കൂടിയാണ്. നമുക്ക് ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 100% ബൈബാക്ക് ഗ്യാരണ്ടി ഉള്ള ഒരു പീസ് കൂടിയാണ്. ഇത് മണവാട്ടികൾക്ക് അണിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ലുക്ക് ഉണ്ടാവും. കാരണം ഇതിൻ്റെ ഈ സ്പെഷ്യാലിറ്റി തന്നെ ഒരു ഫ്യൂഷൻ വെയർ എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമുക്കിത് പാർട്ടി വെയറിൻ്റെ കൂടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഒരു സ്റ്റേറ്റ്മെൻറ്റ് പീസ് പോലെ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ അത് കൂടാണ്ട് നമുക്ക് ബാക്കിയുള്ള ഓർണമെൻറ്റ്സിൻ്റെ കൂടെയും യൂസ് ചെയ്യുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. പിന്നെ ഇത് എല്ലായിടത്തും നമുക്ക് കാണാൻ കിട്ടുന്ന ഒരു പീസല്ല, കുറച്ച് എക്സ്ക്ലൂസീവാണ്. നമ്മുടെ ഷോറൂമിൽ സ്പെഷ്യലായിട്ട് കാണുന്ന ഒരു പീസിലുള്ള ഒന്നുകൂടിയാണ്. അപ്പം ഇതുപോലെ തന്നെ വളരെ എക്സ്ക്ലൂസീവായ കുറേ പീസുകളുണ്ട്. ഞാനിത് നിങ്ങൾക്ക് അടുത്തത് പരിചയപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതുകൂടാതെ ചുങ്ക ജ്വല്ലറിയുടെ പേജ് ലൈക്ക് ചെയ്യണം. പിന്നെ എനിക്കൊരു പ്രത്യേക കാര്യം നിങ്ങളോട് പറയാനുണ്ട്. നമുക്ക് എപ്പോഴും സജഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് ഞാൻ കുറേ കളക്ഷൻസ് കാണിച്ചു. അപ്പം നിങ്ങൾ വിചാരിക്കേണ്ട ഇതിലും നല്ല കളക്ഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇതാണോ നല്ലത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ലീവ് ചെയ്യുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ഹാവ് എ ഗ്രേറ്റ് ഡേ.